ഇന്ന് ജൂൺ 28. നമുക്കതുവിന് പോളിയോ എടുക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ മുതൽ നല്ല മഴയാണ്. അപ്പോൾ അവന് രാവിലത്തെ ഭക്ഷണം കൊടുത്ത് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അവന് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. മാവ് തലേദിവസം തന്നെ ഞാൻ പൊളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് അരച്ചിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. അപ്പം ഇതും കൊടുത്തിട്ട് അവനെ ഉറക്കിയിട്ട് എണീച്ചിട്ട് വേണം നമുക്ക് പോളിയോ എടുക്കാൻ പോകാൻ. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും മഴ നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മഴ നിൽക്കുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല മഴയായിരുന്നു. കണ്ടോ, വീടൊക്കെ നമുക്ക് മുങ്ങിക്കിടക്കുന്ന വിധത്തിലായി. അപ്പോൾ അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഉറങ്ങി എണീച്ചിട്ട് മേലൊക്കെ കഴുകിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കിയത്. മഴ നിൽക്കുകയാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ മഴ നിൽക്കുന്നില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ അവന് ഉണ്ണിയപ്പം എന്തെങ്കിലും കൊടുത്തു കേട്ടോ, ഭക്ഷണം കഴിക്കട്ടെ പറഞ്ഞിട്ട് ചോറും കൊടുത്തായിരുന്നു. അതുകൂടാതെ അവന് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൻ അതും കൊടുത്തു കേട്ടോ. പിന്നെ അവന് ടി വിയും വെച്ച് കൊടുത്തായിരുന്നു. അവന് വല്ല കാർട്ടൂൺസൊക്കെ കാണുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കണ്ടോട്ടെ എന്ന്. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ അധികം കാണിക്കത്തില്ല, ടി വി ആയാലും ഫോണായാലും. അപ്പം ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. കുട്ടിക്ക് ഒരുപാട് ഫോൺ നോക്കിയാലും ടി വി ആണെങ്കിലും ഒരുപാട് കൊടുക്കുന്നത് നല്ലതല്ലെന്ന് കരുതിയത് കൊണ്ട് കുറച്ചേ കൊടുക്കുന്നുള്ളൂ, കുറച്ചേ കാണിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെയും മോൻ്റെയും കളിയാണ്. ഉണ്ണിയപ്പം കൊണ്ടുപോയിട്ട് അച്ഛനെ വേണം പറഞ്ഞിട്ട് വാങ്ങി കൊണ്ടുപോയതാണ് എൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അച്ഛനെ കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു കളിയാണത്. അത് കഴിഞ്ഞിട്ട് മഴ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്ത് കോട്ടെടുത്തിട്ട് പോയി വെച്ചത്. കോട്ടിട്ടിട്ട് മഴയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. വേറെ വഴിയില്ല. മഴ കുറച്ച് കുറഞ്ഞു കേട്ടോ, ഒരുപാട് മഴയില്ലെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഹെൽത്ത് സെൻറ്ററിലെത്തി. അതിന് ശേഷം കേട്ടോ നമ്മൾ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോളിയോ എടുക്കാൻ, ബാക്കി എല്ലാവരും എടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ കുറച്ച് വൈകിയായിരുന്നു, മഴയായതുകൊണ്ട് ഒരുപാട് പോയില്ല. പിന്നെ ഏട്ടൻ വരെ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ചത്. 5 മണിക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എടുക്കാൻ. പോളിയൊക്കെ കൊടുത്തു. അധികം ബഹളമൊന്നും കാണിച്ചില്ല കേട്ടോ, അല്ലെ കഴിഞ്ഞ വർഷത്തെ പോലെ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടി വിയൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കഴിഞ്ഞു.